ഇതുകൊണ്ട് എന്ത് പരീക്ഷണം എന്നായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഈ മാക്രോണി കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് മാക്രോണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത്, നിൽക്കാനല്ല, ഒരു ദിവസത്തേക്ക് വേണ്ടി എന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ ഇത് വെച്ചൊരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ വയ്ക്കുന്നത്. അങ്ങനെ മാക്രോണി കുറച്ചെടുത്ത് നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ക്യാരറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ബട്ടറിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെക്കണം കേട്ടോ. കുറച്ച് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവട്ടെ. ഞാൻ പിന്നെ അത് മറ്റേ ചോപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് പിന്നെ സ്ലൈസ് ആയതുകൊണ്ട് വേഗം നന്നായിട്ടൊന്ന് ഇതാവുമല്ലോ, പെട്ടെന്ന് കുക്കാവും. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നന്നായിട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ മിൽക്ക് മെയ്ഡ്, അത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. ഓവർ മധുരമായിട്ട് നമുക്ക് കഴിക്കാൻ ഒരു രസമുണ്ടാവില്ല അല്ലേ. അങ്ങനെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വീണ്ടും അതിനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കളർ വരും. എന്തായാലും ഭംഗി, നമ്മൾ ശർക്കര ഒഴിച്ച പോലെയുള്ളൊരു കളറില്ലേ, അങ്ങനെ ആ കളർ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതൊക്കെയാണ്. നമുക്ക് ആവശ്യത്തിന് വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ മാക്രോണി അതിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്കിതിലൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, മാക്രോണി കുറച്ച് കൂടിപ്പോയിടോ. കാണുമ്പോൾ മാക്രോണി കുറച്ചല്ലേ ഉള്ളൂ, പക്ഷെ ഞാൻ അളവ് ഇത്തിരി കൂടിപ്പോയോ സംശയം. എന്നിട്ട് പിന്നെ അതൊന്ന് ഇട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി അതൊന്ന് ഇത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് നമ്മൾ നേരത്തെ ബട്ടറിൽ റോസ്റ്റ് ചെയ്തിരുന്നല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത്. കണ്ടോ, കുറച്ച് കട്ടി കൂടിപ്പോയി കേട്ടോ. പിന്നെ എൻ്റെ അമ്മ പാവം പാല് കുറച്ച് തിളപ്പിച്ച് അത് സെറ്റാക്കി തന്നു. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാക്രോണി കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ പാല് കുറച്ച് കൂട്ടുക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ടിട്ട് അതും അതിലങ്ങോട്ട് കൊട്ടി കൊടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട്. മാക്രോണിയാണെന്ന് ഒരിക്കലും പറയില്ല. വീട്ടിലെ അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ കുടിച്ചു. വിനോണ്ട് അധികം കുടിച്ചില്ല, പക്ഷെ അച്ഛൻ 2 തവണ ചോദിച്ചു കുടിച്ചു, അല്ല വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് നന്നായിട്ടുണ്ടെന്നല്ലേ. എനിക്കും ഇഷ്ടമായി കേട്ടോ. ഞാനൊരു പായസപ്രേമി എന്നല്ല, പക്ഷേ മാക്രോണി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. ഞാൻ പറഞ്ഞ പോലെ മാക്രോണി കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ പാല് കൂട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോ കാണാം.